അടുത്ത എന്താണെന്ന് വെച്ചാൽ ഡിസലവൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ. അതായത് ഒരു എക്സ്പെൻഡിച്ചറാണ്. ഈ എക്സ്പെൻഡിച്ചർ നിങ്ങളെ ക്വസ്റ്റ്യനിൽ വന്ന ഈ എക്സ്പെൻഡിച്ചർ, ഈ താഴെ പറയുന്ന എക്സ്പെൻഡിച്ചറിൽ പെട്ട എക്സ്പെൻഡിച്ചറാണ് ഇതെങ്കിൽ ഇതിനെന്ത് കിട്ടൂല? ഡിഡക്ഷൻ കിട്ടൂല. അപ്പോൾ ഒരു കാരണവശാലും ഡിഡക്റ്റ് ചെയ്യപ്പെടാത്ത, നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടാത്ത എക്സ്പെൻഡിച്ചറാണ് ഈ ഡിസലവൻസ് എന്നുള്ള രീതിയിൽ ഇവിടെ പറയുന്നത്. ഓക്കെ, ഡിസലൗഡ് ആണ്. സോ അത് ഇൻകം ടാക്സ് അനുവദിക്കൂല. നിങ്ങൾക്ക് അതിന് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതായത് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നിങ്ങൾക്കത് കുറക്കാൻ പറ്റില്ല. നിങ്ങളതിന് ഇൻകം ആയിട്ട് കണ്ട് അത് ആഡ് ബാക്ക് ചെയ്യേണ്ട വരും. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അത് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് തന്നെങ്കിൽ ഇതൊക്കെ തിരിച്ച് നിങ്ങൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ കൂട്ടി പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് കാണിക്കേണ്ട വരും. ഓക്കെ, സോ ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ ഇതൊന്നും നിങ്ങൾക്ക് അലൗബിൾ അല്ല, ഡിഡക്ഷൻ കിട്ടില്ല. അതിലൊന്നാമത്തത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ എന്തെങ്കിലും ഒരു മാസിക ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, സോ ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പരസ്യം കൊടുക്കുകയാണ്, അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുമല്ലോ, പരസ്യത്തിനുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് ആണെങ്കിൽ കൂടെ ഇത് പബ്ലിഷ്ഡ് ഇൻ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സുവനീർസിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൽ അല്ലെങ്കിൽ അവരുടെ ജേർണൽസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടൂല? ഡിഡക്ഷൻ കിട്ടൂല അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിന്. ഓക്കെ, ഇനി നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് വല്ല പേയ്മെൻറ്റും നടത്തുകയാണെങ്കിൽ, ഇന്ത്യേൻ്റെ പുറത്ത് ഇപ്പോൾ UAE എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങളിവിടെ ടാക്സ് കളക്ട് ചെയ്യണമെന്നുണ്ടാവും. TDS കട്ട് ചെയ്തിട്ട് എമൗണ്ട് അടക്കാവുന്ന റൂൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടൂല? അങ്ങനെയുള്ള പേയ്മെൻറ്റിനും നിങ്ങൾക്ക് എന്ത് കിട്ടൂല? ഡിഡക്ഷൻ കിട്ടൂല. ചിലപ്പം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ആയിരിക്കാം, എലിജിബിൾ ആയിരിക്കാം, ബട്ട് TDS കട്ട് ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടൂല? ഡിഡക്ഷൻ കിട്ടൂല. അതേപോലെ തന്നെയാണ് പേയ്മെൻറ്റ് ടു എനി SSC. ബിസിനസ് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുകയാണ്, ഓക്കെ, വിത്തൗട്ട് ഡിഡക്റ്റിംഗ് TDS മാൻഡേറ്ററി ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ സാലറി ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ TDS പിടിച്ചിട്ടേ കൊടുക്കാവുന്നൊക്കെ ഉള്ള റൂളുണ്ട്. സാലറി ഇപ്പം ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് സാലറി കൊടുക്കും. അപ്പോൾ സാലറി കൊടുക്കുമ്പം അതിൽ നിന്ന് ടാക്സ് പിടിച്ചിട്ടേ കൊടുക്കാവുന്നതാണ് റൂള്. സോ അങ്ങനെയൊന്നും ടാക്സ് പിടിച്ചിട്ടില്ലെങ്കിൽ ആ സാലറിക്കൊന്നും എന്ത് കിട്ടൂല? ഡിഡക്ഷൻ കിട്ടൂല എംപ്ലോയർ. ബിക്കോസ് എംപ്ലോയർക്ക് അതെന്താണ്? ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസ് ആണ്. ബട്ട് TDS കട്ട് ചെയ്യാത്തതുകൊണ്ട് അയാൾക്ക് എന്ത് കിട്ടൂല? ഈ ഡിഡക്ഷൻ കിട്ടൂല. വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ് പേ ചെയ്താലും അവിടെയും ഡിഡക്ഷൻ കിട്ടൂല. ബട്ട് STT, CTT അതിന് രണ്ടിനും നമുക്ക് കിട്ടും. ഓക്കെ, വെൽത്ത് ടാക്സ് ഓർ ഇൻകം ടാക്സ് ഓഫ് ദി SSC ഡിസലൗഡ് ആണ്. ടാക്സിന് ഡിഡക്ഷൻ കിട്ടൂല. അടുത്തത് ടാക്സ് ഓൺ പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ദി SSC. However, if the payment of such tax is essential for conducting the business, it is allowable. Municipal tax or professional tax. Okay, ഇത് രണ്ടും നമുക്ക് allowable അല്ല, ബട്ട് നമുക്കത് എസെൻഷ്യൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് allowable ആക്കും. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ടാക്സ് ഓൺ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ദി SSC, ഇത് പ്രൊഫഷണൽ ടാക്സ്, മുനിസിപ്പൽ ടാക്സ്, ഇതൊന്നും നമുക്ക് അലൗബിൾ അല്ല. ബട്ട് അത് നമ്മുടെ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ അത്യാവശ്യമാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അതെന്ത് ചെയ്യും? ഡിഡക്ഷന് പറ്റും. അത് അലൗബിൾ ആവുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ടാക്സ് പെയ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് എക്സംപ്റ്റ് പെർക്വിസിറ്റ്സ് ഗിവൺ ടു ദി എംപ്ലോയി ഓഫ് ദി SSC. കുറേ പെർക്വിസിറ്റ്സ് ഉണ്ട് ടാക്സിൽ നിന്ന് എക്സംഷൻ കിട്ടിയ. ആർക്ക് എക്സംഷൻ കിട്ടിയ? നമ്മുടെ എംപ്ലോയി അതിന് ടാക്സ് കൊടുത്തിട്ടുണ്ടാവില്ല. ടാക്സിന് എക്സംഷൻ കിട്ടിയ കുറേ പെർക്വിസിറ്റ്സ് ഉണ്ട്. ഓക്കെ, എംപ്ലോയീസിന് ആ പെർക്വിസിറ്റ് കൊടുക്കുമ്പം എംപ്ലോയിക്ക് അവിടെ എന്ത് അടക്കേണ്ട വന്നിട്ടില്ല? ടാക്സ് അടക്കേണ്ട വന്നിട്ടില്ല. അങ്ങനെയുള്ള സാധനത്തിന്, അങ്ങനെയുള്ളതിന് നമ്മൾ ടാക്സ് ആരടക്കണം? എംപ്ലോയർ അടക്കണം. ടാക്സ് പെയ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ദ എക്സംപ്റ്റ് പെർക്വിസിറ്റ്സ് ഗിവൺ ടു ദ എംപ്ലോയി ഓഫ് ദി SSC. അടുത്തത് എനി എക്സസീവ് പേയ്മെൻറ്റ് ഓർ പേയ്മെൻറ്റ്സ് വിച്ച് ആർ ഫൗണ്ട് അൺറീസണബിൾ. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്? ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ബിസിനസ്സിൽ സാലറി കൊടുക്കുവാണ്. എൻ്റെ ബ്രദറാണ് അവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ റീസണബിൾ അല്ലാത്തൊരു എമൗണ്ട് ഇയാൾക്ക് ഞാൻ സാലറി ആയിട്ട് കൊടുത്താൽ അതും എന്തല്ല? ഡിസലൗഡ് ആണ്, ഡിഡക്ഷൻ കിട്ടൂല. എനി എക്സസീവ് പേയ്മെൻറ്റ് ഓർ പേയ്മെൻറ്റ് വിച്ച് ആർ ഫൗണ്ട് അൺറീസണബിൾ. Payment made to relatives including husband, wife, brother, sister or any lineal ascendant and descendant, okay, of the SSC other than the legitimate needs of the business of the SSC. Any business ആവശ്യത്തിന് ബിസിനസ്സിൻ്റെ മീൻസ് ഗുഡ് ടേംസിലുള്ള നല്ല രീതിക്കുള്ള സംഭവങ്ങളാണെങ്കിൽ നമുക്ക് കൊടുക്കാം എന്നുള്ളത്. നിങ്ങൾക്ക് ഇവിടം വരെ പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ.
ഓക്കെ, സോ ഈ 6 പോയിന്റ് ഇനിയുണ്ട്. ഈ 6 പോയിന്റ് മാത്രം റിവൈസ് ചെയ്യാണ്. ബിസിനസ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക, പൊളിറ്റിക്കൽ പാർട്ടി റിലേറ്റ് ചെയ്ത പേപ്പറിലോ മാഗസീനിലോ ആണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ കിട്ടൂല. പേയ്മെൻറ്റ് കൊടുക്കുവാണ് ഇന്ത്യക്ക് പുറത്ത് TDS കട്ട് ചെയ്യാണ്ട് കിട്ടൂല. വേറെ ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഒരു SSCക്ക് കൊടുക്കുവാണ്, നമ്മൾ എന്ത് കട്ട് ചെയ്തിട്ടില്ല, TDS കട്ട് ചെയ്തിട്ടില്ല. പിന്നെ വെൽത്ത് ടാക്സ്, ഇൻകം ടാക്സ് ഡിസലൗഡ് ആണ്, ഡിഡക്ഷൻ കിട്ടൂല. പിന്നെന്താ പറയുന്നത്, ടാക്സ് ഓൺ പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ദി SSC ഡിസലൗഡ് ആണ്. ബട്ട് ബിസിനസ് കണ്ടക്ട് ചെയ്യാനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അലൗഡ് ആണ്. ടാക്സ് പെയ്ഡ് ഓൺ ദ വാല്യൂ ഓഫ് ദി എക്സംപ്റ്റ് പെർക്വിസിറ്റ്സ് ഗിവൺ ടു ദി എംപ്ലോയി ഓഫ് ദി SSCൻ്റെ എംപ്ലോയീസിന് എന്തെങ്കിലും ഒരു എക്സംപ്റ്റഡ് പെർക്വിസിറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടാക്സ് പെയ്ഡ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം, ഡിഡക്ഷൻ കിട്ടൂല, നമ്മളത് അടക്കണം. എനി എക്സസീവ് പേയ്മെൻറ്റ് ഓർ പേയ്മെൻറ്റ് വിച്ച് ആർ ഫൗണ്ട് ഇറീസണബിൾ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വരുന്നത് ഇതാണ്, പോയിന്റ് നമ്പർ 8. ഓക്കെ, ഇതെന്താണെന്ന് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ പറയാം. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ പോയിന്റ് നമ്പർ 8. എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം പല രീതിയിൽ നമുക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും അല്ലേ. ഒരു ബിസിനസ് ആകുമ്പോൾ നമുക്ക് പല ആൾക്കാർക്കും ഇങ്ങനെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ പേയ്മെൻറ്റ് നടത്തുമ്പം നമുക്ക് ഒരു ബില്ലിലെ എമൗണ്ട് ഒരു കാരണവശാലും 10,000 കൂടാൻ പാടില്ല. 10,000 കൂടുകയാണെങ്കിൽ അത് നമുക്ക് ക്യാഷ് ആയിട്ട് കൊടുക്കരുത്, എന്തായിട്ടേ കൊടുക്കാവൂ, അക്കൗണ്ട് പേ ചെക്ക് അല്ലെങ്കിൽ എനി അതർ മോഡ്, ബാങ്ക് ട്രാൻസ്ഫറോ അങ്ങനെ എന്തായിക്കോട്ടെ. ബട്ട് വി കാൺ ഡു ഇറ്റ് ആസ് എ ക്യാഷ് ട്രാൻസാക്ഷൻ. ഓക്കെ, സോ ഇതാണ് ഈ ഒരു സംഭവം പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു പേയ്മെൻറ്റ് നടത്തുകയാണ് നമ്മുടെ SSC. ആ ബിൽ എമൗണ്ട് എന്തിൽ കൂടാൻ പാടില്ല, ഡസ് നോട്ട് എക്സീഡ് 10,000. ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തുവാണ്, പേയ്മെൻറ്റിൽ ക്യാഷ് പേയ്മെൻറ്റ് എന്ന് എഴുതുവാണ്. ക്യാഷ് പേയ്മെൻറ്റ് നടത്തുവാണ് നമ്മുടെ SSC. അപ്പോൾ ബിൽ എമൗണ്ട് 10,000 കൂടുതലാണെങ്കിൽ, ക്യാഷ് ആയിട്ടാണ് അയാൾ പേ ചെയ്യുന്നതെങ്കിൽ, ഇത് നമുക്ക് എന്ത് രീതി പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഡിഡക്ഷൻ കിട്ടും അല്ലേ. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നതാണ്. സോ ബിസിനസ് റിലേറ്റ് ചെയ്ത പേയ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ബട്ട് 10,000 എക്സീഡ് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് നമ്മൾ ക്യാഷ് ആയിട്ടാണ് ആ ബിസിനസ് കൊടുത്തതെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടൂല, നോ ഡിഡക്ഷൻ. 100% എമൗണ്ടും എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതെന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും എന്നാണ് ഈ പോയിന്റ് നിങ്ങളോട് പറയുന്നത്. ശ്രദ്ധിച്ചോ. അപ്പോൾ നമ്മുടെ മിസ്റ്റർ എ ബിസിനസ് റൺ ചെയ്യുന്നു. അപ്പോൾ മിസ്റ്റർ എ ബിസിനസ് റൺ ചെയ്യുമ്പം ഇയാൾ മിസ്റ്റർ സെഡിന് പേയ്മെൻറ്റ് നടത്താൻ പോവാണ്. സോ പേയ്മെൻറ്റ് എമൗണ്ട് 10,000 ആണെങ്കിൽ അയാൾ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതെങ്കിലും നോ ഇഷ്യൂസ്, ഡിഡക്ഷൻ കിട്ടും. ഇനി മിസ്റ്റർ എ അതേപോലെ തന്നെ കൊടുക്കുന്നത് 15,000 ആണ് ക്യാഷ്. സോ ഇവിടെ എന്ത് കിട്ടൂല, ഡിഡക്ഷൻസ് കിട്ടൂല, ബിക്കോസ് 10,000 എക്സീഡ് ചെയ്ത്. ഓക്കെ, ഡിഡക്ഷൻ കിട്ടൂല. ഇനി 15,000 കൊടുക്കേണ്ടത്, ബട്ട് 2 ബില്ലായിട്ടാണ് കൊടുക്കുന്നത്. ഒന്നൊരു 10,000 ബില്ല് മുറിച്ചു, ഒന്നൊരു 5,000 ബില്ല് മുറിച്ചു. ഇങ്ങനെയാണെങ്കിൽ അലൗഡ് ആണ്. സോ ഒറ്റൊരു ബില്ലിൽ എമൗണ്ട് എന്താവാൻ പാടില്ല, ക്യാഷ് ട്രാൻസാക്ഷൻ 10,000 കൂടാൻ പാടില്ല എന്നാണ് ഈ സെക്ഷൻ പറയുന്നത്. 10,000 കൂടുകയാണെങ്കിൽ ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂല. നോ ഡിഡക്ഷൻ, 100% ഇൻകം ആയിരിക്കും, അത് നമുക്ക് ടാക്സബിലിറ്റി പെർവ്യൂവിൽ വരികയും ചെയ്യും എന്നാണ് നിങ്ങളുടെ ഈ ഒരു പോയിന്റ് ഇവിടെ നമ്മളോട് പറയുന്നത്. ഇവിടെ 35,000 കാണാം. ഈ 10,000 എന്നുള്ളത് 35,000 ആവും. എപ്പോഴും ഈ പർട്ടിക്കുലർ SSCയുടെ ബിസിനസ് ഓഫ് ഡൂയിങ് ദ ബിസിനസ് ഓഫ് പ്ലൈയിങ്, ഹയറിങ് ഓർ ലീസിങ് ഗുഡ്സ് ക്യാരേജ്, അതായത് നമ്മൾ ലോറി പോലത്തെ ഗുഡ്സ് ക്യാരി ചെയ്യാൻ യൂസ് ചെയ്യുന്ന വണ്ടികൾ പ്ലൈയിങ് അല്ലെങ്കിൽ ഹയറിങ് അല്ലെങ്കിൽ ലീസിങ്ങിന് കൊടുക്കലാണ് ഇയാളുടെ ജോലിയെങ്കിലും ഈ 10,000 എന്നുള്ളത് എന്താക്കാം, 35,000 ആണ് ക്യാഷ് ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ട്രാൻസ്പോർട്ടാണ്. സോ പല റിമോട്ട് ഏരിയയിലും പോയിട്ട് അപ്പം തന്നെ നമുക്ക് ചെക്കൊന്നും എഴുതി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അല്ലേ. സോ ആ സമയത്ത് 35,000 വരെ നമുക്ക് എങ്ങനെ ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. സോ അതാണ് ഈ ഇവിടെ വരെയുള്ള പോയിന്റ് എഴുതിയിരിക്കുന്നത്. ബട്ട് ഇതിൽ ചില എക്സംഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്ത് എക്സംഷൻ? ചില സമയത്ത് എക്സീഡ് 10,000 ആണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. 10,000 കൂടുതലാണ് ക്യാഷ് ട്രാൻസാക്ഷൻ പെർ ബില്ലെങ്കിലും പെർ ഡേ എങ്കിലും നിങ്ങൾക്ക് എന്ത് കിട്ടും, എക്സംഷൻ കിട്ടും. ആ പോയിന്റ്സ് ആണ് പറയുന്നത്. ഓക്കെ, ഇനി വേറൊന്നും കൂടി പറഞ്ഞോട്ടെ. ഇടാം, മിസ്റ്റർ എ പേയ്മെൻറ്റ് നടത്തുകയാണ് 10,000, അഗെയിൻ പേയ്മെൻറ്റ് നടത്തുകയാണ് 10,000 മിസ്റ്റർ സെഡിന്.
ഒരേ ദിവസമാണെങ്കിൽ ഇവിടെ എത്രയിൽ കൂടി എക്സീഡ്സ് 10,000. സോ ഇത് രണ്ടും 100% ടാക്സബിലിറ്റിയിൽ വരും. ഇനി ഇതൊരു ദിവസവും ഇത് വേറൊരു ദിവസമാണ് കൊടുത്തെങ്കിൽ ടോട്ടൽ 20,000 ആണെങ്കിലും ഇറ്റ് ഈസ് നോട്ട് ഇതിൽ വരില്ല. നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. വൈ? ബിക്കോസ് ഇത് 10,000 ഒരു ഡേയിലാണ്, അടുത്തത് 10,000 വേറൊരു ഡേ. ടോട്ടൽ എത്ര കൊടുത്തതെന്നല്ല, ഒരു ദിവസം എത്ര എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ നമുക്കിവിടെ നോക്കാം എക്സംഷൻസ്. ഏതൊക്കെ കേസിൽ നമുക്ക് 10,000 കൂടുതൽ പേയ്മെൻറ്റ് നടത്തിയാലും നമുക്ക് ഡിഡക്ഷൻ കിട്ടും. റൂറൽ ഏരിയയിൽ ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ടാവില്ല. നമുക്ക് അവിടെ എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തണം എന്ന് വിചാരിച്ചു. റൂറൽ ഏരിയയിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പേയ്മെൻ്റ് ഒക്കെ പെട്ടെന്ന് നടത്തേണ്ട വന്നാൽ ബാങ്കിങ് ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് അവിടെ എന്തായിട്ട് കൊടുക്കാം? ക്യാഷ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ക്യാഷ് ആയിട്ട് കൊടുക്കാം ഇൻ എക്സസ് ഓഫ് 10,000. അടുത്തത്, നമ്മളെ നാട്ടിൽ നമ്മളൊരു റിമോട്ട് ഏരിയയിൽ പോയിട്ട് ഫാർമറിൻ്റെ അടുത്തുനിന്ന് ഫാർമറിൻ്റെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ, നമ്മുടെ എപ്പിക്കൾച്ചർ, സോ പോൾട്രി ഫാമിംഗ്, ഡയറി ഫാമിംഗ്, സോ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, പാല്, മുട്ട, സംഭവം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് പേ ചെയ്യാം? ക്യാഷ് ഇൻ എക്സസ് ഓഫ് 10,000 ആയാലും പ്രശ്നമില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മളൊരു പാവം വില്ലേജിലെ പാവപ്പെട്ട കർഷകന് ബാങ്ക് അക്കൗണ്ട് കൊണ്ട് ചെക്ക് കണ്ട എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരായിരിക്കും മേ ബി. സോ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? എക്സീഡ് 10,000 ആണെങ്കിൽ പ്രശ്നമില്ല. അടുത്തത്, നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് നമ്മളൊരു 50,000 രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്കതിൽ പറയാൻ പറ്റും, അയ്യോ 10,000 ബിൽ നോ, ഇഫ് ദ പേയ്മെൻറ്റ് ഇസ് ഫോർ ബാങ്ക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, UTI, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഇങ്ങനെയുള്ള സ്ഥലത്തും നമുക്ക് 10,000 എക്സീഡ് ചെയ്ത പേയ്മെൻറ്റ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അടുത്തത്, നമ്മൾ ഇത് കൊടുക്കുവാണ്, ഗ്രാറ്റുവിറ്റി. SSC എംപ്ലോയർ ഗ്രാറ്റുവിറ്റി കൊടുക്കുവാണ് എംപ്ലോയിക്ക്, അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് ഗ്രാറ്റുവിറ്റി കൊടുക്കുകയാണെങ്കിലും നമുക്ക് 50,000 രൂപ വരെ എന്തായിട്ട് കൊടുക്കാം? ക്യാഷായിട്ട് കൊടുക്കാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അടുത്തത്, നമ്മൾ ഗവൺമെൻറ്റിന് എന്തെങ്കിലും പേയ്മെൻറ്റ് നടക്കുന്നു. സോ ഗവൺമെൻറ് നമ്മളോട് ചില പേയ്മെൻറ്റ് എന്തിലേ അടക്കാവെന്ന് പറയും? ക്യാഷിൽ തന്നെ അടക്കണമെന്ന് പറയും. അങ്ങനെയുള്ള പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിലും അവിടെയും ഈ 10,000 എന്ന് പറയുന്ന ലിമിറ്റ് ഇല്ല. അടുത്തത്, പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബൈ അഡ്ജസ്റ്റ്മെൻറ്റ് അഗെയിൻസ്റ്റ് എമൗണ്ട് ഓഫ് എനി ലാബിലിറ്റി ഫോർ ഗുഡ് സപ്ലൈഡ് ഓർ സർവീസ് റെൻഡേർഡ് ബൈ ദി SSC. ഓക്കെ, ഒരു സപ്ലയർ അങ്ങോട്ട് ഇത്ര പൈസ കൊടുക്കാനുണ്ട്, ഇങ്ങോട്ട് ഇത്ര പൈസ കൊടുക്കാനുണ്ട്. സോ നമ്മളിവിടെ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഇങ്ങനെയുള്ള സമയത്തും, അതായത് കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യും? സെറ്റ് ഓഫ് ചെയ്യില്ലേ? സോ ആ സമയത്തും നമുക്കിത് ബാധകമല്ല. അടുത്ത ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഓക്കെ, ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂരാന്ന് വെച്ചു, കേരളത്തിൽ. എന്നെ അങ്ങ് ആന്ധ്രാപ്രദേശിൽ പറഞ്ഞേച്ച്, പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ട് അവിടെ എന്തോ ഒരു ജോലി ചെയ്യാൻ എൻ്റെ എംപ്ലോയർ അവിടെ പറഞ്ഞേച്ച്, ആന്ധ്രാപ്രദേശിൽ പറഞ്ഞേച്ച്. ഓക്കെ, സോ ഇവിടെ ഞാൻ 15 ദിവസത്തിൽ കൂടുതൽ എനിക്കിവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള ജോലിയുണ്ട്. ഓക്കെ, എൻ്റെ നോർമൽ പ്ലേസ് ഓഫ് ബിസിനസ് എവിടെയാ? കേരള, കണ്ണൂർ. ബട്ട് ഇപ്പം ഞാൻ എവിടെയുള്ള? ആന്ധ്രാപ്രദേശിൽ. അത് 15 ദിവസത്തിൽ കൂടുതൽ എനിക്കവിടെ ഈ ജോലി റിലേറ്റ് ചെയ്ത് താമസിക്കുകയും ചെയ്യണമെങ്കിൽ എനിക്ക് ആരെങ്കിലും പേയ്മെൻറ്റ് തരുമ്പം അതിൽ നിന്ന് TDS കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയർക്ക് എനിക്ക് തരുന്ന പേയ്മെൻറ്റ് എന്തായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും? ഡിഡക്ഷനായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ആന്ധ്രാപ്രദേശിലെ ഏതോ ഒരു എംപ്ലോയർ ഓക്കെ എനിക്ക് പേയ്മെൻറ്റ് തരുവാണ്. ഞാൻ എവിടെയുള്ള? ആന്ധ്രാപ്രദേശിൽ. സോ ഞാൻ 15 ദിവസത്തിൽ കൂടുതൽ അവിടെ താമസിക്കുന്ന എനിക്ക് ഇവർ TDS കട്ട് ചെയ്തിട്ട്, ടാക്സസ് ഒക്കെ കട്ട് ചെയ്തിട്ട് എനിക്ക് പേയ്മെൻറ്റ് തരുമ്പം ഈ പേയ്മെൻറ്റിന് ഈ ആന്ധ്രാപ്രദേശിലുള്ള എംപ്ലോയർക്ക് 100% ഡിഡക്ഷൻ കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, വായിച്ചു നോക്കിയാൽ മതി. അടുത്തത്, ഹോളിഡേ ആണെങ്കിൽ പേയ്മെൻറ്റ് വാസ് ഓൺ ദ ഡേ ഓൺ വിച്ച് ബാങ്ക് വാസ് ക്ലോസ് ഡ്യൂ ടു ഹോളിഡേ ഓർ സ്ട്രൈക്ക്. അങ്ങനെയുള്ള കേസിലും 10,000 കൂടിയാൽ പ്രശ്നമില്ല. Payment is made by any person to his agent who is required to make payment in cash for goods and service on behalf of such person. എംപ്ലോയർ ഒരു ഏജൻറ്റിന് കൊടുക്കുവാണ് പൈസ 10,000 കൂടുതൽ. എന്നിട്ട് ഈ ഏജൻറ്റിന് ഇത് വേറെ ആർക്ക് കൊടുക്കണം? എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും ഒരു ഗുഡ്സ് സർവീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാഷ് കൊടുക്കാൻ. അങ്ങനെയുള്ള കേസിലും 10,000 ലിമിറ്റ് ബാധകം അല്ല. Payment made by an authorized dealer of foreign exchange against the purchase of foreign currency or traveler's check. പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദി
ബൈ ആൻ ഓതറൈസ്ഡ് ഡീലർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. സോ ഈ ഒരു എംപ്ലോയർ ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ബിസിനസ് ചെയ്യുന്ന മിസ്റ്റർ എ ഒരു ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഓതറൈസ്ഡ് ഡീലർ ആണെങ്കിൽ, ഓക്കെ, അയാൾ പൈസ 10,000 കൂടുതൽ കൊടുത്തിരിക്കുന്നത് പർച്ചേസ് ഓഫ് ഫോറിൻ കറൻസി അല്ലെങ്കിൽ ട്രാവലേഴ്സ് ചെക്ക് പർച്ചേസ് ചെയ്യുന്നതിന് റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും അവിടെയും നമുക്ക് ഈ 10,000-ൻ്റെ ലിമിറ്റ് ബാധകം അല്ല. സോ ഈ ഇവിടുന്ന് മുതൽ ഈ 8ാമത്തെ പോയിന്റിനകത്ത് നമുക്ക് സബ്സെക്ഷൻ ആയിട്ട് 10 സാധനങ്ങൾ എക്സംഷൻ പഠിക്കാനുണ്ട്. 8 എന്താ പറയുന്നത്? ഇഫ് എൻ അസസി മേക്ക് എനി പേയ്മെൻറ്റ് ഇൻ ക്യാഷ് എക്സീഡിങ് 10,000, 100% ഓഫ് ദ പേയ്മെൻറ്റ് സോ മെയ്ഡ് വിൽ ബി ആഡഡ് ടു ദ ഇൻകം. ആഡ് ബാക്ക് ചെയ്യും, ഡിഡക്ഷൻ കിട്ടൂല. ആൻഡ് വിൽ ബി ടാക്സ്ഡ് ആസ് ഡീംഡ് ഇൻകം. അതെന്തായിട്ട് മാറും? ഇൻകം ആയിട്ട് മാറും, ടാക്സ് കൊടുക്കേണ്ടി വരും. 10,000 എന്നുള്ള 35,000 ആവും. വേർ പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് ഫോർ പ്ലൈയിങ്, ഹയറിങ്, ലീസിങ് ഓഫ് ദ ഗുഡ്സ്. ഇവിടെ ഇന്ന ഡേ എന്നൊക്കെ വേണം, അതൊന്നും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞ സംഭവമാണ് ഇവിടെ ആക്ച്വലി നടക്കുന്ന സാധനം. ഓക്കെ, കുറേ ബില്ലിൻ്റെ പറഞ്ഞെന്നല്ലേ, അതായത് ഒരു പെർ ഡേ പെർ ബില്ലിൻ്റെ എമൗണ്ട് എന്നൊക്കെയുള്ള കേസസ് ഒക്കെയാണ് ഇവിടെ വരിക. പിന്നെ ഈ 10,000 എന്നുള്ള അല്ലെങ്കിൽ 35,000 എന്നുള്ള ആ ഒരു ബേസിക് ലിമിറ്റ് പ്രശ്നമില്ലാത്ത, അതിനേക്കാളും കൂടുതൽ വരെ നമുക്ക് ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റുന്ന കേസസ് ആണ് ഈ 10 എണ്ണം പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസലവൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. ഡിസലവൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടൂല, നമ്മളത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. അതിൽ ഓൾറെഡി ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ 7 പോയിൻറ്റും ഇപ്പം നമ്മൾ 8ാമത്തെ പോയിൻറ്റും 8ാമത്തെ പോയിൻറ്റിനോട് ചേർന്ന് ഒരു 10 പോയിൻറ്റും പഠിച്ചു. ഇനി ഈ 8 കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡിസലൗഡ് എക്സ്പെൻഡിച്ചർ. പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി. പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി നമുക്ക് എന്ത് കിട്ടൂല? എക്സംഷൻ കിട്ടൂല. ഇറ്റ്സ് നോട്ട് അലൗബിൾ എന്ന് എഴുതാം. പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി ആർക്കാ കൊടുക്കുന്ന? റിട്ടയർമെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഇസ് നോട്ട് അലൗബിൾ. പക്ഷേ കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ദി approved fund which become payable during the previous year shall be allowed. So contribution to approved fund allowable ആണ്, ബട്ട് ഏത് allowable അല്ല? പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി പേയബിൾ allowed അല്ല. ഓക്കെ, ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടവർ, അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് പൈസ സെറ്റ് അസൈഡ് ചെയ്ത് വെക്കുന്നതിനെ പ്രൊവിഷൻ ഫോർ ഗ്രാറ്റുവിറ്റി പേയബിൾ എന്ന് പറയാം, ബട്ട് അത് നമുക്ക് അലൗഡ് അല്ല. അടുത്തത് കോൺട്രിബ്യൂഷൻ ടു നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട് മെയ്ഡ് ബൈ ദി എംപ്ലോയർ ഇസ് നോട്ട്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ട്സിലുള്ള കോൺട്രിബ്യൂഷൻ മാത്രമേ അലൗഡ് ഉള്ളൂ. നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ നോട്ട് ഡിഡക്റ്റബിൾ. സോ എംപ്ലോയർ കൊടുക്കുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നോൺ സ്റ്റാറ്റ്യൂട്ടറി ഫണ്ടിലുള്ള എമൗണ്ട് ഡിഡക്ഷൻ കിട്ടൂല. സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസലവൻസ് ഓഫ് എക്സ്പെൻഡിച്ചറായി. ഇതും നിങ്ങൾക്ക് തിയറി പാർട്ടിന് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഓർമ്മിച്ച് എന്തെങ്കിലും ഒരു ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇതെങ്ങനെയെങ്കിലും പഠിക്കണം. ഓക്കെ, ഞാനിതിൻ്റെ ഒക്കെ റിവിഷൻ എടുത്തു തരും, ബട്ട് റിവിഷൻ എടുക്കും മുമ്പേ നിങ്ങളിതൊരു പ്രാവശ്യം പഠിച്ചിരിക്കണം, എന്നാലേ റിവിഷനെ കൊണ്ട് കാര്യമുള്ളൂ. അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു സമയം അവിടെ എത്തുമ്പോൾ ഞാൻ ലൈവ് വന്നിട്ടോ അല്ലെങ്കിൽ വീഡിയോ ത്രൂവോ വാട്ട് എവർ ഇറ്റ് ഈസ് ഞാൻ റിവൈസും ചെയ്തു തരും. ഓരോ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്നൊക്കെ നമുക്ക് ആ സമയം ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് കവറും ചെയ്യാം. നെക്സ്റ്റ്, റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. ശ്രദ്ധിച്ചോളെ, അപ്പോൾ എന്തിനാണ് ഈ സെക്ഷൻ എന്ന് നോക്കി ഇവിടെ തന്നെ എഴുതാം. നമുക്കിപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കാര്യമാണ് പറയുന്നത്. റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. സോ പാർട്ട്ണർഷിപ്പ് ഫേം സ്വതവേ റൺ ചെയ്യുക പാർട്ട്നേഴ്സ് തന്നെയായിരിക്കും അല്ലേ. അപ്പം ABC ആണെങ്കിൽ Aയും Bയും Cയും കൂടെ തന്നെയാണ് ശരിക്കും ഇത് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ ഇത് റൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ Aയും Bയും Cയും റെമ്യൂണറേഷൻ്റെ പേരിൽ ഒരു ബിഗ് എമൗണ്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വിഡ്രോ ചെയ്തെന്ന് വിചാരിക്കോ, ഇൻ ദ നെയിം ഓഫ് റെമ്യൂണറേഷൻ. ഓക്കെ, റെമ്യൂണറേഷനായിട്ട് Aയും കുറേ പൈസ എടുത്ത് Bയും എടുത്ത് Cയും എടുത്ത് തിരിച്ച് ആ ഫേമിന് പ്രോഫിറ്റ് ഒന്നുമില്ല, പ്രോഫിറ്റിനില്ലാണ്. സോ പ്രോഫിറ്റിനില്ലാകുമ്പം ടാക്സും നില്ലാണ്. സോ ഗവൺമെൻറ്റിന് എന്ത് കിട്ടൂല? ടാക്സ് കിട്ടൂല. ഓക്കെ, സോ ഈ ക്ലോസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇവിടെ റെമ്യൂണറേഷനെ നമ്മൾ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വെച്ചാൽ മാത്രമേ ഈ ഒരു സംഭവം അവിടെ നിന്ന് ഇല്ലാണ്ടാവുള്ളൂ. ഇങ്ങനെ ഇല്ലാണ്ടായാലും മാത്രമാണ് നെറ്റ് പ്രോഫിറ്റ് ഇത് ഈ റീസൺ കൊണ്ടാണ് നെറ്റ് പ്രോഫിറ്റ് ഇല്ലാണ്ടായതെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ, ഗവൺമെൻറ്റിന് ടാക്സും കിട്ടുള്ളൂ. സോ ദർ ഇസ് എ ചാൻസ് ഓഫ് മാൽ പ്രാക്ടീസ്, റൈറ്റ്? റെമ്യൂണറേഷൻ കൂടുതൽ എടുക്കാനും ടാക്സ് കുറക്കാനും ഉള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ ഇവിടെ വരുന്നത്. ഓക്കെ, സോ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സാണ്. പലതരത്തിലുള്ള പാർട്ട്നേഴ്സ് ഉണ്ടാവും. ഇതിൽ വർക്കിംഗ് പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, സ്വതവേ നമുക്കറിയാം
ഒരു പാർട്ട്ണറിന് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്താൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കും അല്ലേ? പാർട്ട്ണർഷിപ്പിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൊടുക്കൂലേ? കൊടുക്കും. അതേപോലെ തന്നെ നമ്മൾ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സും കൊടുക്കും. സോ ഇത് രണ്ടിനെ പറ്റിയുമാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് രണ്ടും ആണെങ്കിലും ഈ രണ്ടിനെ പറ്റി പറയും മുമ്പേ നമ്മൾ കുറേ കണ്ടീഷൻസ് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. അതൊന്നും ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല. സോ ഒന്ന്, പാർട്ട്ണർഷിപ്പ് ഡീഡ് അവിടെ ഉണ്ടായിരിക്കണം. ദർ മസ്റ്റ് ബി എ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഡീഡ് അവിടെ ഉണ്ടായിരിക്കണം. അതിലിത് ക്ലിയർലി മെൻഷൻഡ് ആയിരിക്കണം. ഇങ്ങനെ ക്യാപിറ്റൽ കൊടുക്കാം, ഇങ്ങനെ റെമ്യൂണറേഷൻ കൊടുക്കാം എന്നുള്ള ക്ലോസ് അവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. മൂന്നാമത്തെ പോയിന്റ്, ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ് അതിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ നമ്മൾക്ക് കുറേ പാർട്ട്ണർഷിപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ആസ് പെർ റൂൾ. അതിലൊന്നും ഡിഫോൾട്ട് ഉണ്ടാക്കാനും പാടില്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന അത്രയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൊടുക്കാം, റെമ്യൂണറേഷൻ ടു പാർട്ട്ണറും കൊടുക്കാം. സോ ആ സമയത്ത് അതെന്ത് ചെയ്യാം? ഡിഡക്റ്റബിൾ എമൗണ്ട് ആവും. ഇവിടെ ശ്രദ്ധിച്ചോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% കൂടാൻ പാടില്ല. നമുക്ക് 12% വരെ ഒരു പാർട്ട്ണർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് ആ പാർട്ട്ണർഷിപ്പ് ഫേമിന് ഇൻട്രസ്റ്റ് കൊടുത്താൽ അതവർക്ക് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രോഫിറ്റ്. ഇനി റെമ്യൂണറേഷൻ്റെ കേസ് പറയാം. റെമ്യൂണറേഷൻ്റെ കേസ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, റെമ്യൂണറേഷൻ വർക്കിംഗ് പാർട്ട്ണറിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ ആയിരിക്കണം. റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണെങ്കിൽ നമുക്ക് ബുക്ക് പ്രോഫിറ്റ് എടുക്കുക. ബുക്ക് പ്രോഫിറ്റ് എന്താന്ന് പറയും? ബുക്ക് പ്രോഫിറ്റ് നോക്കുക. ഓക്കെ, ബുക്ക് പ്രോഫിറ്റിൽ ഫസ്റ്റ് 3 lakhന്, ഓക്കെ, ഫോർ എക്സാമ്പിൾ ബുക്ക് പ്രോഫിറ്റ് 5 ലക്ഷം ആണെങ്കിൽ ഫസ്റ്റത്തെ 3 ലക്ഷത്തിന് അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ നമ്മൾ 1,50,000 അല്ലെങ്കിൽ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് വിച്ച് എവർ ഈസ് ഹയർ. ഇതിലേതാണോ ഹയർ അത് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ബുക്ക് പ്രോഫിറ്റിൻ്റെ ഫസ്റ്റ് 3 lakh അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ ₹1,50,000 ഓർ 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ്, ഇതിലേതാണോ ഹയർ അത് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കാം. ഇനി അടുത്ത ബാലൻസ് ബുക്ക് പ്രോഫിറ്റിന്, അപ്പോൾ ഇവിടെ ഈ കേസ് ആണെങ്കിൽ 5 ലക്ഷം 3 ലക്ഷത്തിന് കൊടുത്ത് ഇനി ബാക്കി വരുന്ന, അതായത് 2 ലക്ഷത്തിന് ബാക്കി വരുന്ന, ഓക്കെ, ബാലൻസ് ബുക്ക് പ്രോഫിറ്റിന് 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ആണ് നമുക്ക് എന്തായിട്ട് കൊടുക്കാൻ പറ്റുക? റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുക. അതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ കാൽക്കുലേഷൻ ഇല്ലാന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ ആ സമയം ചെയ്യാം. നെക്സ്റ്റ് ഇയറിലുണ്ട് അസസ്മെൻറ്റ് ഓഫ് ഫേമിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ അടക്കം വരുന്നുണ്ട്. ഇവിടെ അതില്ല. 60% ഓഫ് ബുക്ക് പ്രോഫിറ്റ്. ഇനി ബുക്ക് പ്രോഫിറ്റ് എന്താണെന്ന് നോക്കാം. ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിൽ പ്രോഫിറ്റ് എടുക്കുക, P&L അക്കൗണ്ടിൽ പ്രോഫിറ്റ് എടുക്കുക. ഇതിൽ നമ്മൾ P&L അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. ഇവിടെ നമ്മൾ ഓൾറെഡി ചില എക്സ്പെൻസ് അലൗഡ് ആയിരിക്കില്ല, അതായത് ഓൾറെഡി ഇവിടെ നമ്മൾ ലെസ് ചെയ്തിട്ടായിരിക്കും ഇവിടെ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുക 20,000. ഇവിടുന്ന് ഓൾറെഡി ആ ഒരു പൈസ ലെസ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ഈ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ബട്ട് ഇതെന്തല്ല, അലൗബിൾ അല്ല, ഡിസ്അലൗഡ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചെന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യണം. പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓവർ 12%. 12% വരെയുള്ള ഇൻട്രസ്റ്റ് നമുക്കിവിടെ ചെയ്യാം. 12% കൂടുതലാണ് ഇവിടെ നമ്മൾ ക്ലെയിം ചെയ്തതെങ്കിൽ ഓവർ 12% ഉള്ള ആ ഒരു എമൗണ്ട് ഇവിടുന്ന് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. ഇനി നമ്മൾ ഓൾറെഡി ഇവിടെ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സിന് എഴുതിയെന്ന് വെച്ചോ, അപ്പോൾ തിരിച്ച് ഇത് ആഡ് ബാക്ക് ചെയ്തിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും റെമ്യൂണറേഷൻ ടു പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ആ നെറ്റ് പ്രോഫിറ്റ് നിന്ന് ലെസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഇത് നമുക്ക് അനുവദിക്കില്ല. ഇത് നമ്മൾ കണ്ടുപിടിച്ച റെമ്യൂണറേഷനാണ്. ബട്ട് ഫോർ ദ ടാക്സ് പർപ്പസ് എങ്ങനെ കണ്ടുപിടിക്കണം? ഇതുപോലെ കണ്ടുപിടിക്കണം. സോ ഓൾറെഡി ഇതിവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ തിരിച്ചെന്ത് ചെയ്യണം? ആഡ് ബാക്ക് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. So again repeating, remuneration to working partners of partnership firm. Okay. So while computing the income from business or profession of partnership firm, firmന്റെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും
എനി റെമ്യൂണറേഷൻ എങ്ങനെയൊക്കെ സാലറി ആയിക്കോട്ടെ, ബോണസ് ആയിക്കോട്ടെ, കമ്മീഷൻ ആയിക്കോട്ടെ, എനി റെമ്യൂണറേഷൻ അലൗഡ് ടു ദ പാർട്ട്ണർ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ബട്ട് അതിന് എന്തുണ്ട്? ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ഇൻട്രസ്റ്റ് ടു പാർട്ട്ണർ ആൻഡ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് ഷാൾ ബി അലൗഡ് ആസ് ഡിഡക്ഷൻ പ്രൊവൈഡഡ് ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ആൻഡ് ഇസ് അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഡീഡിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. മതി. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്തിൽ കൂടാൻ പാടില്ല? 12% കൂടാൻ പാടില്ല. ഇൻ റെമ്യൂണറേഷൻ്റെ കേസിലാണെങ്കിൽ ഇതാണ് മാക്സിമം ലിമിറ്റ്. ഇതിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റ് 3 lakh ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് ഓർ ഇൻ കേസ് ഓഫ് ലോസ് ₹1,50,000 ഓർ 90% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ് വിച്ച് എവർ ഇസ് മോർ. ഇനി ബാലൻസ് ബുക്ക് പ്രോഫിറ്റിന് 60% ഓഫ് ദ ബുക്ക് പ്രോഫിറ്റ്. ഇനി ബുക്ക് പ്രോഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട്. ഈ 3 തിരിച്ച് ആഡ് ബാക്ക് ചെയ്താൽ കിട്ടുന്നതാണ് ബുക്ക് പ്രോഫിറ്റ്. സോ ഇതാണ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്ണർ. ഇനി ഇതും കൂടെ പറഞ്ഞിട്ട് അടുത്തത് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യും കേട്ടോ. ഡീംഡ് പ്രോഫിറ്റ് ഓർ ഇൻകം ചാർജബിൾ ടു ടാക്സ്. ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ ഇൻകം ടാക്സിൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. നമ്മൾ അതിനൊക്കെ ടാക്സ് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഈ പറഞ്ഞിരിക്കുന്ന 6 പോയിന്റിനെ നമ്മൾ എന്തായാലും ടാക്സ് കൊടുക്കേണ്ടി വരും. ഇതിലൊന്നാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ബാഡറ്റ് ഇറിക്കവറബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. നമ്മൾ 1920 ബാഡറ്റ് റീറിക്കവറബിൾ എന്ന് പറഞ്ഞിട്ട് ഡിഡക്ഷൻ വാങ്ങിച്ച്, ബട്ട് 2021 ഇത് നമുക്ക് റിക്കവേർഡായി തിരിച്ച് കിട്ടി. ആ സമയത്ത് ഇതെന്താവും? ഫുള്ളി ടാക്സബിളോ, അതായത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ ഓൾറെഡി നമുക്ക് ഡിഡക്ഷൻ കിട്ടിയ സാധനം നമുക്ക് വീണ്ടും അത് റിക്കവറൊക്കെ വരുമ്പം അതെന്താവും? ഫുള്ളി ടാക്സബിളാവും, ഇൻകം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. റിക്കവറി ഓഫ് എനി ലോസ് ഓർ എക്സ്പെൻഡിച്ചർ പ്രീവിയസ്ലി റിട്ടേൺ ഓഫ് ഈസ് ടാക്സബിൾ ഇൻകം ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഇൻ വിച്ച് എമൗണ്ട് ഇസ് റിക്കവേർഡ്. അപ്പോൾ ആദ്യം അതിനെന്ത് കിട്ടാൻ പാടില്ല? ടാക്സിന് ഓൾറെഡി ലെസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. It is recovery will not be taxable. നമ്മൾ if the amount was not allowed at the time of assessment, നമ്മൾ ഇവിടെ ഇത് അനുവദിച്ചിട്ടില്ലെങ്കിൽ, ഇതിന് ഓൾറെഡി നമുക്ക് ഡിഡക്ഷൻ കിട്ടിയത് കൊണ്ടാണ് ഇതിന് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഡിഡക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിലോ ഇത് പിന്നെയും തിരിച്ച് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണോ? വേണ്ട, ബിക്കോസ് അവിടെ നമ്മൾ ഇതിന് ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. വീണ്ടും തിരിച്ച് ആഡ് ബാക്ക് ചെയ്യരുത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ്. ഓക്കെ, നമുക്ക് പവർ യൂണിറ്റിന് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലും WDവിൽ എന്തിലും വേണ്ടിക്കലും എന്ത് ചെയ്യാം? നമുക്ക് ക്ലെയിം ചെയ്യാം. ഇനി സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു ഫേം ആണെങ്കിൽ, ഒരു SSC ആണെങ്കിൽ, ഹൂഎവർ ഇറ്റ് ഈസ് ആണെങ്കിൽ, അയാൾ ആ പർട്ടിക്കുലർ അസറ്റിന് സെയിൽ ചെയ്തു. SLM മെത്തേഡിൽ ഡിപ്രിസിയേഷൻ ക്ലെയിം ചെയ്യുന്ന ആ ഒരു SSC ആ പർട്ടിക്കുലർ അസറ്റ് സെയിൽ ചെയ്താൽ അതിൻ്റെ പ്രോഫിറ്റ് PGBPയിൽ കാണിക്കണം. അതവിടെ പറയുന്നത്. Profit on sale of asset on which depreciation was claimed on straight line method is fully taxable under which head? PGBP head. ഇനി WDV മെത്തേഡിൽ ഫോളോ ചെയ്യുന്ന ഒരു SSC ആണെങ്കിൽ ആ അസറ്റ് ഏത് അസറ്റിൻ്റെ മുകളിലാണോ WDV മെത്തേഡിൽ നമ്മൾ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ അസറ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലോസ് ഓഫ് പ്രോഫിറ്റ് അല്ലെ ലോസ് ഓർ ഗെയിൻ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്ന ഹെഡിലാണ് ചാർജ് ചെയ്യേണ്ടത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഓൺ വിച്ച് ഡിപ്രിസിയേഷൻ ഓഫ് വാസ് ക്ലെയിംഡ് ഓൺ WDV മെത്തേഡ് ഇസ് ടാക്സബിൾ ആസ് ഒന്നിക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ. ഇനി ലോസ് ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് സയൻറ്റിഫിക് റിസർച്ചിന് യൂസ് ചെയ്യുന്ന അസറ്റിന് 100% ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള അസറ്റ് ഇത് വാങ്ങിക്കുന്ന പൈസക്ക് 100% ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിത് വിൽക്കുകയാണ്. ആ സമയത്ത് ഇതെന്ത് ചെയ്യും? തിരിച്ച് ഇത് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഫുള്ളി ടാക്സബിൾ. അതിനൊക്കെ ലോക്കിൻ പീരീഡ് ഒക്കെ ഉണ്ട്, അതൊന്നും ഇവിടെ പറയുന്നില്ല. സെയിൽ ഓഫ് അസറ്റ് യൂസ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ഓൺ വിച്ച് SSC ഹാസ് ക്ലെയിംഡ് എക്സംഷൻ അണ്ടർ സെക്ഷൻ 35 ഇസ് ഫുള്ളി ടാക്സബിൾ. ബിക്കോസ് അവിടെ നമുക്ക് 100% ഡിഡക്ഷൻ കിട്ടുന്നുണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സിനൊക്കെ. സോ അത് തിരിച്ച് നമ്മൾ വിറ്റാളിയോ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? തിരിച്ച് ഇതൊക്കെ നമ്മളെ ഇൻകത്തിൻ്റെ കൂടെ ആഡ് ബാക്ക് ചെയ്യും. ഇത് ഞാനിപ്പോൾ പറഞ്ഞ ബാഡറ്റ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചത് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. വിഡ്രോവൽ ഫ്രം സ്പെഷ്യൽ റിസർവ് മെയിൻറ്റെയിൻഡ് by the Financial Corporation under section 36(1) of the Income Tax Act is taxable. ഓക്കെ, ഇവിടെ
പറയുന്നത് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ സ്പെഷ്യൽ റിസർവ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതൊന്നും നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇതിൻ്റെ ഒന്നും എക്സ്പ്ലനേഷൻ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇതൊന്നും മനസ്സിലാവാത്തത്. ഓക്കെ, സോ ഇതും ജസ്റ്റ് ഒരു ലൈൻ മാത്രം പഠിച്ചു വെക്കേണ്ട പർപ്പസ് ആയതുകൊണ്ട് മാത്രമാണ് ഇവിടെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലോട്ട് ഞാൻ പോവാത്തത്. ഇനി ഇതിന് ക്ലാരിഫിക്കേഷൻ വേണ്ട ആൾക്കാർ എന്നെ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ, ഒരു മെസ്സേജ് ഇട്ടാൽ മതി. ഇവിടെ ഓർമ്മിക്കേണ്ടത് ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ സ്പെഷ്യൽ റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാൻ തിരിച്ച് ടാക്സബിൾ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തത് റിക്കവറി ആഫ്റ്റർ ഡിസ്കണ്ടിന്യൂസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ വിൽ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് റിസിപ്പിയൻറ്റ് പ്രൊവൈഡഡ് ദാറ്റ് ദ ഇൻകം വാസ് ടാക്സബിൾ ഏർലിയർ. ഓക്കെ, നമുക്ക് മുന്നേ ടാക്സബിലിറ്റി പർവ്യൂവിൽ വരുന്ന എന്തോ ഒരു സാധനം ഇപ്പോൾ റിക്കവർ ചെയ്ത് കിട്ടി. ബട്ട് ഈ സമയം നമുക്ക് ഡിസ്കണ്ടിന്യൂ ആണ്, ബിസിനസ്സും ഇല്ല ഈ പ്രൊഫഷനും ഇല്ല. ബട്ട് എന്നിട്ടും നമുക്ക് ടാക്സബിൾ ആയിട്ടുള്ള ഒരു സാധനം നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടുവാണെങ്കിൽ അവിടെ വെച്ച് നമ്മളതിന് ടാക്സ് കൊടുക്കണം. സോ വാട്ട് ആർ ദ ഡീംഡ് പ്രോഫിറ്റ് ഓർ ഇൻകം ചാരിറ്റബിൾ ടു ടാക്സ് സെക്ഷൻ 41 എന്ന് ചോദിച്ചാൽ ഈ 5-6 പോയിന്റ് നിങ്ങൾ പഠിച്ചിട്ട് എഴുതണം. ഓർമ്മിച്ച് വെക്കുക. പഠിക്കൽ നിങ്ങൾ പഠിക്കുമ്പം പഠിച്ചോ, സമയമൊക്കെ അതിക്രമിച്ചിട്ടുണ്ട്. സോ പഠിക്കുക, കണക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ആവശ്യം വരും. ഇത് അക്കൗണ്ട്സിനെ പറ്റിയിട്ടാണ്. 44AA, 44AB, 44AD ഇത് ഞാൻ ഒരു വീഡിയോയിൽ ആക്കിയിട്ട് എടുത്തു തരും. അതിന് ചിലപ്പം പ്രോബ്ലം ഉണ്ടാവും പ്രിസംപ്റ്റീവ് ടാക്സേഷൻ.